നമസ്കാരം. ഏറെ ആശങ്കകൾക്കൊടുവിൽ പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിലായതുകൊണ്ട് തന്നെ മറ്റൊരു മുൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് തന്നെയാണ് വലിയ മുൻതൂക്കം പ്രവചിക്കപ്പെടുന്നത്. ഇത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാനും സാധിക്കും. എന്തായാലും ഈ പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് നിരവധി അക്രമ പരമ്പരകൾ തന്നെയാണ് പാകിസ്ഥാനിൽ അരങ്ങേറിയത്. വോട്ടെടുപ്പിന് തലേന്ന് തന്നെയാണ് ബലൂചിസ്ഥാനിൽ 2 സ്ഫോടനങ്ങൾ നടന്നത്. ഈ സ്ഫോടനത്തിൽ 26-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. 40-ലധികം ആളുകൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇന്നലെ പോളിംഗ് ബൂത്തുകൾക്ക് നേരെ വെടിവയ്പുണ്ടായിരുന്നു. ഈ പോളിംഗ് ബൂത്തിൽ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇന്നലെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു രാജ്യത്തും സംഭവിക്കാത്തത്, അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം സംഭവിക്കാൻ അനുവദിക്കാത്തതാണ് ഈ പോളിംഗ് ദിവസവും മറ്റുമുള്ള ഇത്ര വലിയ അക്രമ സംഭവങ്ങൾ. അത് പ്രതിരോധിക്കാനുള്ള എല്ലാ മുൻ നടപടികളും ആ ഭരണകൂടം സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ നമുക്കറിയാം, നിലവിൽ പാകിസ്ഥാനിൽ ഒരു കൃത്യമായ ഭരണകൂടം പോലും ഇല്ല, അല്ലെങ്കിൽ അവിടെ നിയന്ത്രിക്കാൻ പട്ടാളത്തിന് പോലും കഴിയാതെ വന്ന ചില അവസ്ഥകളുണ്ട്. നിലവിൽ എന്തായാലും വലിയ കടക്കണിയിലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും ഒക്കെ അകപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാനെ രക്ഷിക്കാൻ ഏത് മുന്നണി അധികാരത്തിൽ വന്നിട്ടും കാര്യമില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, പട്ടാളത്തിന്റെ പിന്തുണയുള്ള നവാസ് ഷെരീഫ് തന്നെയാണ് വീണ്ടും അധികാരത്തിൽ ഏറുന്നതെങ്കിൽ പട്ടാളം പാകിസ്ഥാനിൽ കൂടുതൽ പിടിമുറുക്കും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഇതിനു മുൻപും പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പട്ടാളം ഭരണം അട്ടിമറിച്ച സംഭവങ്ങൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള പൂർണ്ണമായ ചിത്രം നമുക്ക് ലഭ്യമാകും. ഇന്നലെ എന്തായാലും ഉണ്ടായിരിക്കുന്ന നിരവധി അക്രമ സംഭവങ്ങളാണ്. ചെറുതും വലുതുമായ നിരവധി ആക്രമണങ്ങൾ പ്രത്യേകിച്ചും പോളിംഗ് ബൂത്തുകൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ആക്രമണത്തിൽ തന്നെയാണ് ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇനി ആര് പാകിസ്ഥാന്റെ അധികാരത്തിലേറും, എങ്ങനെയായിരിക്കും മുന്നോട്ട്? പാകിസ്ഥാനെ അവർ രക്ഷിക്കുമോ, അതോ കൂടുതൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ പോകുമോ എന്നതൊക്കെ നമുക്ക് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.